ഹായ്, ഇന്ന് ഞാൻ ഒരു ഹെൽത്തി ഫ്രൈഡ് റൈസുമായിട്ടാണ് വന്നത്. ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഉപ്പും ഒരു പിഞ്ച് കുരുമുളക് പൊടിയും അതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിഞ്ഞു പോകരുത്, പീസായിട്ട് വേണം ഇളക്കിയെടുക്കാൻ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലീവ് ഓയിൽ തന്നെയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ഇനി 2 പട്ട, ഒരു 3-4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 വെളുത്തുള്ളി ചെറുതായി പീസാക്കിയത് അതും ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാളാൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ 3 തരം ക്യാപ്സിക്കം ഇടുന്നുണ്ട്. പച്ചയും ചുമപ്പും മഞ്ഞയും. ഇതിലേതിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. കുട്ടികൾക്ക് തിന്നാനും നല്ല ഇഷ്ടമാണ്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും ഗ്രീൻ പീസും ഒരു കപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രോസൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിയണമെന്നില്ല, വലിയതായിട്ടാണ് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൽ ഇലകൾ ചേർത്ത് കൊടുക്കണം. ഇത് 1 കപ്പ് മുരിങ്ങയില നല്ലോണം കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ച് ഇട്ട് കൊടുത്തതാണ്. ഇനി 1 കപ്പ് ചുവന്ന ചീരാൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇത് പച്ച ചീരാൻ്റെ ഇലയാണ്, അതും ഇട്ട് കൊടുക്കാം. ഇത് പാലക്കാൻ്റെ ഇലയാണ്, അതും ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നേരത്തെ പൊരിച്ച് വെച്ച മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് സോയാ സോസും ഒരു 1/2 ടേബിൾ സ്പൂണ് ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. അളവ് നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ, ഇലകൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടിക്കോളും. ഇതുവരെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ റൈസ് ഇട്ട് കൊടുക്കണം. ബസ്മതി റൈസാണ് ഞാൻ എടുത്തത്, ലോങ് റൈസാണ്. ഇത് 1/2 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്, വേവിച്ചെടുത്തതാണ്. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല എൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണും കൂടി കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. നേരത്തെ അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്.
ഇനി ഇതിൽ കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഒനിയനും ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇലകൾ കൊണ്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.